LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala and take the first step towards a brighter future. കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സായം പ്രഭ അംഗങ്ങൾക്കായി സ്നേഹസ്പർശം പരിപാടി സംഘടിപ്പിച്ചു. സീനിയർ ആർട്ടിസ്റ്റ് പൗളി വത്സൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 60 വയസ്സിനു മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സായം പ്രഭ അംഗങ്ങൾക്കായി സ്നേഹസ്പർശം എന്ന പേരിൽ സായം പ്രഭ സംഗമം 2024 സംഘടിപ്പിച്ചു. സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങ് കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ ദിവ്യബലിയോടെ ആരംഭിച്ചു. ഓരോ കുടുംബങ്ങളും ഒരു ആതുരാലയമാണ്. എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പഠിപ്പിച്ചുകൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡോക്ടർമാരാണ്, നഴ്സുമാരാണ്. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളൊക്കെ വിശദീകരിക്കാൻ ഉള്ള വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും പ്രത്യേകമായിട്ട് വഴങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ദൈവത്തിനടുത്ത, ഗുരുവിനടുത്ത, മാതാവിനടുത്ത, പിതാവിനടുത്ത എല്ലാ നന്മകളും പ്രസരിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസവും ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. കോട്ടപ്പുറം രൂപത മെത്രാൻ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം ആശംസിച്ചു. ഇന്ന് വളരെ ഭംഗിയായി ഓരോ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അഭിനയ പിതാവിൻ്റെയും അതോടൊപ്പം കോട്ടപ്പുറം രൂപതയുടെയും പ്രത്യേകമായിട്ടുള്ള ആ ഒരു ആശീർവാദത്തോടെ കിഡ്സിൻ്റെ നേതൃത്വത്തിൽ ഓരോ വികാരിയച്ഛന്മാരുടെയും അതോടൊപ്പം സാമൂഹ്യ ശുശ്രൂഷ സമിതി അംഗങ്ങൾ, SHG അംഗങ്ങൾ, ഓരോ ഇടവകയിലും സഹകരിക്കുന്നവർ, ഇവരുടെയൊക്കെ കൂട്ടുത്തരവാദിത്വത്തോടെ വളരെ ഭംഗിയായി അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഓരോ മാസവും ഒരുമിച്ച് കൂടുകയാണ്. ഇന്ന് ഈ സംഗമം നടക്കുമ്പോൾ ഇതിൻ്റെ അധ്യക്ഷനായി നമ്മുടെ കൂടെയുള്ളത് അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവാണ്. നാടകരംഗത്തും മലയാള ചലച്ചിത്ര രംഗത്തും തന്റെ അഭിനയ മികവ് തെളിയിച്ച മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സിനി ആർട്ടിസ്റ്റ് പൗളി വത്സൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ കൊച്ചുമക്കളും എല്ലാ അമ്മമാരും വീട്ടിൽ നിന്ന് TV കാണുമ്പോൾ ഇവരെല്ലാവരും ഓർക്കും. പക്ഷെ നാടക നടി എന്ന് പറയുമ്പോൾ സ്റ്റേജിൽ മാത്രം കളിച്ചു പോയി അവരത് ആദ്യം ശ്രദ്ധിക്കില്ല. പക്ഷെ നാടകമാണ് നമ്മളെ സിനിമയിലേക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ എത്തിച്ചത്. നാടകത്തിൽ നിന്ന് കിട്ടിയ അറിവുകൊണ്ടാണ്. ഞാൻ ഒരുപാട് നല്ല നല്ല നടന്മാരുടെ കൂടി അഭിനയിച്ചിട്ടുള്ളത്. പി ജാന്റണി, തിലകൻ ചേട്ടൻ, NF വർഗീസ്, അങ്ങനെ ഒരു നേരം ആളുകൾ സിനിമയിലേക്ക് വന്ന എല്ലാവരും എൻ്റെ കൂടെ അഭിനയിക്കാനായിട്ട് അവരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അറിവുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി മാറിയത്. ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ മഴവിൽ മനോരമ എന്ന വിനോദ ചാനലിൽ സംപ്രേഷണം ചെയ്ത മറിമായം എന്ന മലയാള ടെലിവിഷൻ പരമ്പരയിലൂടെ പ്രശസ്തി നേടിയ സീനിയർ ആർട്ടിസ്റ്റും തിരക്കഥാകൃത്തുമായ സലിം ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി. മനുഷ്യനായി ജനിക്കുന്നവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്നിവിടെ ചെറിയ നരയും തൊലി ചുളുങ്ങിയുമൊക്കെ ആകാംക്ഷയോടെ പിതാവിനെയൊക്കെ നോക്കിയിരിക്കുന്ന നിങ്ങളുടെ ചോരയും നീരും വിയർപ്പും അധ്വാനവുമാണ് ഈ രാജ്യത്ത് കാണുന്ന വികസനങ്ങളെല്ലാം. നിങ്ങൾ കൊണ്ട വെയിലാണ് ഇന്നത്തെ ഇവിടുത്തെ പാലവും റോഡും മെട്രോയുമെല്ലാം. നിങ്ങൾ ഈ പ്രായം വരെ ജീവിച്ചടച്ച ടാക്സാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതി. ഒരിക്കലും നമ്മൾ ആരും മോശക്കാരല്ല. നമ്മൾ ഈ രാജ്യത്ത് ജനിച്ച്, നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച്, നമ്മൾ ഈ രാജ്യം കെട്ടിപ്പടുത്ത് ഈ രാജ്യത്തിന് പുതിയ തലമുറയെ KCBC JPD കമ്മീഷന്റെയും കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെയും ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ, കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ, കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബനേസർ ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് നന്ദി പ്രകാശിപ്പിച്ചു. സായം പ്രഭ സംഗമം ആഘോഷമാക്കാൻ അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ സമ്മാനദാനം നിർവഹിച്ചു.